ഹായ് എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്ലാസ് തികച്ചും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരാളോട് കുറച്ച് പണം കടം ചോദിക്കുകയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ തൽക്കാലത്തേക്ക് നമുക്ക് എങ്ങനെയൊന്ന് കടം ചോദിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നു, തികച്ചും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ക്ലാസ് മുഴുവനായിട്ടും തന്നെ കാണാനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് തന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ സാധാരണ നമ്മൾ കടം ചോദിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് പണം. എങ്ങനെ നമുക്ക് കുറച്ച് പണം മറ്റൊരാളോട് നമുക്ക് എങ്ങനെ കടം ചോദിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് പണം കടം തരാമോ എങ്ങനെ നമുക്ക് ചോദിക്കാം. ഇംഗ്ലീഷിൽ എനിക്ക് തരാമോ എന്നാണ് അല്ലേ, വളരെ താഴ്മയോട് കൂടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് തരാമോ എങ്ങനെ ചോദിക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചോദിക്കാം, പ്ലീസ് ലെൻഡ് മീ സം മണി. പ്ലീസ് ലെൻഡ് മീ സം മണി. എനിക്ക് കുറച്ച് പണം കടം തരാവോ. പ്ലീസ് ലെൻഡ് മീ സം മണി. ഓക്കെ, എനിക്ക് കുറച്ച് പണം കടം തരാമോ എന്ന് ചോദിക്കാം. പ്ലീസ് ലെൻഡ് മീ സം മണി എന്ന് ചോദിക്കാം. ഇനി ഇത് അല്ലെങ്കിൽ നമുക്ക് വേറെ രൂപത്തിൽ ചോദിക്കാം, ക്യാൻ യു ലെൻഡ് മീ സം മണി എന്ന് നമുക്ക് ചോദിക്കാം. ക്യാൻ യു ലെൻഡ് മീ സം മണി. എനിക്ക് കുറച്ച് പണം കടം തരാവോ. ഇനി വേറെ രീതിയിൽ നമുക്ക് ചോദിക്കാം, ക്യാൻ ഐ ബോറോ സം മണി ഫ്രം യു. Can I borrow some money from you? Can I borrow some money from you? ഞാൻ നിന്റെ അടുത്ത് നിന്ന് കുറച്ച് പണം കടം വാങ്ങിച്ചോട്ടെ. Can I borrow some money from you? അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചിട്ട് പ്ലീസ് ലെൻഡ് മീ സം മണി. എനിക്ക് കുറച്ച് പണം കടം തരാവോ. വേറെ രീതിയിൽ നമ്മൾ ചോദിച്ചു, ക്യാൻ യു ലെൻഡ് മീ സം മണി. കുറച്ച് പണം കടം തരാൻ പറ്റുമോ. ക്യാൻ യു ലെൻഡ് മീ, നിങ്ങൾക്ക് കഴിയോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ താഴ്മയോട് കൂടിയിട്ടാണ് ചോദിക്കുന്നത്. ക്യാൻ യു ലെൻഡ് മീ സം മണി. വേറെ രീതിയിൽ നമ്മൾ ചോദിച്ചു, ക്യാൻ ഐ ബോറോ സം മണി ഫ്രം യു. ക്യാൻ ഐ ബോറോ സം മണി ഫ്രം യു. നിന്റെ അടുത്ത് നിന്ന് ഞാൻ കുറച്ച് പണം കടം ചോദിച്ചോട്ടെ. ക്യാൻ ഐ ബോറോ സം മണി ഫ്രം യു. ഓക്കെ, ഇനി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, നിന്റെ കുട എനിക്കൊന്ന് തരാമോ. നിന്റെ കുട, നല്ല മഴയാണ്, നിന്റെ കുട ഒന്ന് തരാമോ എന്ന് ചോദിക്കാം. നമ്മൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ നമുക്ക് ചോദിക്കാം, ക്യാൻ യു ലെൻഡ് മീ യുവർ അംബ്രല. Can you lend me your umbrella? Can you lend me your umbrella? നിന്റെ കുട എനിക്ക് തരാവോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ചോദിക്കാണ്, നിന്റെ ബൈക്ക് എനിക്ക് കുറച്ച് സമയത്തേക്കൊന്ന് തരാവോ എന്ന് ചോദിക്കാം. Can you lend me your bike for a while? കുറച്ച് സമയത്തേക്ക് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ for a while എന്ന് പറയാം കേട്ടോ. അപ്പൊ എന്ന് ചോദിക്കാം, Can you lend me your bike for a while? Can you lend me your bike for a while? Can you lend me your bike for a while? കുറച്ച് സമയത്തേക്ക് എന്നുള്ളതിനാണ് നമ്മൾ for a while എന്ന് യൂസ് ചെയ്തത് കേട്ടോ. എന്നാൽ ഒരാഴ്ചത്തേക്ക് എന്നാണ് നമ്മൾ പറയണമെങ്കിൽ എങ്ങനെ പറയാം, Can you lend me your bike for a week? Can you lend me your bike for a week? Okay, ഒരു ദിവസത്തേക്കാണെങ്കിൽ Can you lend me your bike for a day? അപ്പോൾ ദിവസം സമയമൊക്കെ നമ്മൾ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ കുറെ എക്സാമ്പിൾസ് ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ നിന്റെ നോട്ട്ബുക്ക് എനിക്കൊന്ന് തരാമോ എന്ന് നമുക്ക് ചോദിക്കണം. എങ്ങനെ പറയാം, Can you lend me your notebook? Can you lend me your notebook? Can you lend me your pen? നിന്റെ പേൻ ഒന്ന് തരാമോ. Can you lend me your pen? Then can you lend me your mobile phone? Can you lend me your mobile charger? ഇങ്ങനെയൊക്കെ നമുക്ക് സെന്റൻസുകൾ കൂടുതൽ പറഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ വേറൊരു സെന്റൻസ് പറയണേ, എൻ്റെ പേഴ്സ് ഞാൻ വീട്ടിൽ മറന്നു വെച്ചു, അതുകൊണ്ട് എനിക്ക് കുറച്ച് പണം തന്നാൽ ഞങ്ങൾ സഹായിക്കാമോ. നമുക്ക് പറയേണ്ടതായിട്ടുള്ള സെന്റൻസുകളാണ്, നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള സെന്റൻസ് ആണ്. എൻ്റെ പേഴ്സ് ഞാൻ വീട്ടിൽ മറന്നു വെച്ചു, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, അപ്പൊ എന്നെ ഒന്ന് കുറച്ച് പണം തന്നെ എന്നെ ഒന്ന് സഹായിക്കാമോ. എങ്ങനെ പറയാം നമുക്ക്, ഞാൻ മറന്നു വെച്ചു. എങ്ങനെ പറയാം, I forgot my purse. അല്ലെ, I forgot my purse. ഇവിടെ വീട്ടിൽ, at home. അല്ലെ, I forgot my purse at home. ഞാൻ വീട്ടിൽ എൻ്റെ പേഴ്സ് മറന്നു വെച്ചു. ഇനി എന്ത് വേണം, Can you help me with some money? Okay, Can you help me with some money? എന്നെ കുറച്ച് പണം തന്നെ എന്നെ സഹായിക്കാമോ. I forgot my purse at home. Can you help me with some money? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ ചോദിക്കാം, I forgot my purse at home. Can you help me giving some money? കുറച്ച് പണം തന്നിട്ട് എന്നെ സഹായിക്കാമോ. അപ്പൊ നമുക്ക് with some money എന്നുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് giving some money എന്ന് നമുക്ക് ചേർത്തിട്ട് പറയാം കേട്ടോ. കുറച്ച് പണം തന്നെ എന്നെ ഒന്ന് സഹായിക്കാമോ. Can you help me giving some money?
വേറൊരു രീതിയിൽ നമ്മൾ പറയണേ, ഇന്ന് എൻ്റെ അടുത്ത് പണമില്ല, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം, ഇന്ന് എൻ്റെ അടുത്ത് അധികം പണമില്ല, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ. ഓക്കെ, നമുക്ക് എങ്ങനെ പറയാം. I'm short of money today. I'm short of money today. Okay. മനസ്സിലാക്കി വെക്കുക. I'm short of money today. I'm short of money today. ഇന്ന് എൻ്റെ കയ്യിൽ അധികം പണമില്ല, ക്യാഷ് ഇല്ല, എന്നെ ഒന്ന് സഹായിക്കാമോ. എങ്ങനെ പറയാം, സഹായിക്കാമോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Can you help me? Can you help me? I'm short of money today. Can you help me? I'm short of money today. Can you help me? എന്നൊന്ന് സഹായിക്കാമോ. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയണ, എനിക്ക് കുറച്ച് പണം വേണം, എനിക്ക് കുറച്ച് ക്യാഷ് ആവശ്യമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കാമോ. ഇതെങ്ങനെ നമുക്ക് പറയാം, എനിക്ക് കുറച്ച് ക്യാഷ് ആവശ്യമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കാമോ. അപ്പൊ എനിക്ക് ആവശ്യമുണ്ട്, എങ്ങനെ പറയാം, I need. എനിക്ക് ആവശ്യമുണ്ട്, I need. I need a little money. എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. I need little money. ഇനി ഞാൻ ചോദിക്കാണ്, എന്നൊന്ന് സഹായിക്കാമോ. Can you help me? Okay, I need little money. Can you help me? എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കാമോ. ഇനി വേറൊരു സെന്റൻസ് പറയാൻ, എൻ്റെ അടുത്ത് ഇപ്പോ വേണ്ടത്രക്ക് പണമില്ല, എൻ്റെ അടുത്ത് വേണ്ടത്ര പണമില്ല, എന്നെ ഒന്ന് സഹായിക്കാമോ. എങ്ങനെ പറയാം, എൻ്റെ അടുത്ത് ഇപ്പൊ വേണ്ടത്ര പണമില്ല, ക്യാഷ് ഇല്ല, എന്നെ ഒന്ന് സഹായിക്കാമോ. എന്നെ ഒന്ന് സഹായിക്കാമോ എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Can you help me എന്ന് പറയാം. അപ്പൊ എൻ്റെ അടുത്ത് വേണ്ടത്ര പണമില്ല, ഇന്ന് എങ്ങനെ പറയാം, I don't have enough money today. I don't have, എൻ്റെ അടുത്ത് ഇല്ല, I don't have, എൻ്റെ അടുത്ത് ഇല്ല, enough money. Enough money എന്ന് വെച്ചാൽ വേണ്ടത്രക്ക് പണമില്ല. I don't have enough money. ഇപ്പോ നല്ലേ, right now. I don't have enough money right now. I don't have enough money right now. ഇപ്പൊ എൻ്റെ അടുത്ത് വേണ്ടത്രക്ക് ക്യാഷ് ഇല്ല, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കാമോ. Can you help me? നമ്മൾ can you help me എന്ന് ആഡ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. I don't have enough money. Can you help me? Then ഒരു 200 രൂപ തന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ. ഒരു 200 രൂപ തന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ. നമ്മൾ പറയാറുണ്ട് അല്ലെ, ഇന്ന സാധനം തന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ, അല്ലെങ്കിൽ ഇത്ര ക്യാഷ് തന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ. എങ്ങനെ പറയാം, can you help me, എന്നെ ഒന്ന് സഹായിക്കാമോ. Can you help me? Giving നൽകിക്കൊണ്ട് 200 rupees. Giving 200 rupees. Like, can you help me giving 200 rupees. 200 രൂപ തന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ. മൊബൈൽ തന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ. എങ്ങനെ നമുക്ക് പറയാം, Can you help me giving your mobile phone? Can you help me giving your umbrella? വേറൊരു എക്സാമ്പിൾ, എനിക്ക് ബസ് ഫെയറിന് കുറച്ച് പണം തരാമോ, എനിക്ക് ബസ് ചാർജ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണം തരാമോ. എങ്ങനെ പറയാം, Can you give me some money for my bus fare? Can you give me some money? Can you give me some money? Can you give me some money for my bus fare? Can you give me some money for my bus fare? എനിക്ക് ബസ് ഫെയറിന്, അതായത് എനിക്ക് ബസ്സിന് ക്യാഷ് കൊടുക്കാൻ വേണ്ടി കുറച്ച് പണം തന്നെ എന്നെ സഹായിക്കാമോ, എനിക്ക് തരാമോ. Can you give me some money for my bus fare? Then എന്നെ നാളെ വരെ ഒന്ന് സഹായിക്കാമോ. എങ്ങനെ നമുക്ക് പറയാം, എന്നെ നാളെ വരെ ഒന്ന് സഹായിക്കാമോ. Can you help me until tomorrow? Can you help me until tomorrow? എങ്ങനെ പറയാം നമുക്ക്, Can you help me until tomorrow? എന്നെ നാളെ വരെ ഒന്ന് സഹായിക്കാമോ. Can you help me until tomorrow? Then ഞാൻ വേറൊരു സെന്റൻസ് പറഞ്ഞാൽ, എൻ്റെ പണം തീരാൻ പോവുകയാണ്. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, എൻ്റെ പണം തീരാൻ പോവുകയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, I'm running out of money. I'm running out of money. എൻ്റെ പണം തീരാൻ പോവുകയാണ്. I'm running out of money. വേറൊരു രീതിയിൽ നമുക്ക് പറയാം, My money is about to run out. My money is about to run out. My money is about to run out. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, I'm almost out of money. I'm almost out of money. Okay, നമ്മൾ 3 രീതിയിലുള്ളത് പഠിച്ചു കഴിഞ്ഞു. I'm running out of money. My money is about to run out. I'm almost out of money. ഈ 3 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും, എൻ്റെ കയ്യിലുള്ള പണം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ പണം തീരാൻ പോവുകയാണ്. I'm running out of money. My money is about to run out. I'm almost out of money.
അപ്പോൾ നമ്മൾ പണം കടം ചോദിക്കൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമ്മൾ ഓരോ സാധനങ്ങൾ എങ്ങനെയാണ് കടം ചോദിക്കുക, എത്ര ദിവസത്തേക്ക് എങ്ങനെ കടം ചോദിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് എങ്ങനെ തിരിച്ചു കൊടുക്കാം, ഞാൻ ഇന്ന തീയതിക്ക് തിരിച്ചു തരാം, ഇന്ന ദിവസത്തേക്ക് തിരിച്ചു തരാം, പെട്ടെന്ന് തിരിച്ചു തരാം, അടുത്ത ആഴ്ച തിരിച്ചു തരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് ഞാൻ പറയണത് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു തരാം അല്ലെ. നമുക്ക് തന്നു കഴിഞ്ഞു, അപ്പൊ നമ്മൾ പറയാണ് പ്രോമിസ് കൊടുക്കുകയാണ്, തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു തരും. എങ്ങനെ നമുക്ക് പറയാം? ഐ പ്രോമിസ് ഐ വിൽ റിട്ടേൺ ഇറ്റ്. ഐ പ്രോമിസ് ഐ വിൽ റിട്ടേൺ ഇറ്റ്. ഞാൻ ഉറപ്പായിട്ടും ഞാൻ തിരിച്ചു തരും. ഐ പ്രോമിസ് ഐ വിൽ റിട്ടേൺ ഇറ്റ്. ഐ പ്രോമിസ് ഐ വിൽ റിട്ടേൺ ഇറ്റ്. ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ ക്യാഷ് തിരിച്ചു തരാം. എങ്ങനെ നമുക്ക് പറയാം? ഐ വിൽ സെൻഡ് ദ മണി ബാക്ക് സൂൺ. ഐ വിൽ സെൻഡ് ദ മണി ബാക്ക് സൂൺ. ഓക്കെ, ഐ വിൽ സെൻഡ് ദ മണി ബാക്ക് സൂൺ. ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ ക്യാഷ് അയച്ചു തരാം, സെൻഡ് ചെയ്യാം. ഞാൻ വൈകുന്നേരത്ത് ഇത് തിരിച്ചു തരാം അല്ലെ. ഞാനൊരു ഈവനിങ്ങോട് കൂടിയിട്ട് ഈവനിങ്ങിൽ ഞാൻ തിരിച്ചു തരാം. എങ്ങനെ പറയാം? ഐ വിൽ റിട്ടേൺ ഇറ്റ് ഇൻ ദ ഈവനിങ്. I will return it in the evening. വേറെ രീതിയിൽ നമ്മൾ പറയാണ് അടുത്ത ആഴ്ച തന്നെ ഞാൻ തിരിച്ചയക്കാം. അടുത്ത ആഴ്ച തന്നെ ഞാൻ തിരിച്ചയക്കാം കേട്ടോ എന്ന് പറയാം. I will pay you back. ഞാൻ പേ ചെയ്യാം. I will pay you back next week. പേ യു ബാക്ക് എന്ന് വെച്ചാൽ തിരിച്ച് അയക്കാം, തിരിച്ചടയ്ക്കാം. ഐ വിൽ പേ യു ബാക്ക് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച തന്നെ ഞാനത് തിരിച്ചടയ്ക്കാം. വേറെ രീതിയിൽ എനിക്ക് പറ്റുന്നത്രയും നേരത്തെ അല്ലെ, കഴിയുന്നത്രയും നേരത്തെ തന്നെ ഞാനിത് തിരിച്ച് തരാം. എങ്ങനെ നമുക്ക് പറയാം? ഐ വിൽ റിട്ടേൺ ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഐ വിൽ റിട്ടേൺ ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. എനിക്ക് പറ്റുന്നത്രയും നേരത്തെ ഞാൻ തിരിച്ചു തരാം കേട്ടോ. എങ്ങനെ പറയാം? ഐ വിൽ റിട്ടേൺ ഇറ്റ് I will return it as soon as possible. സാധ്യമാകുന്ന അത്രയും നേരത്തെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് as soon as possible എന്ന് പറയുന്നത് കേട്ടോ. I will return it as soon as possible. Okay, എത്രയും നേരത്തെ ഞാൻ തിരിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഇതെല്ലാം ക്ലിയർ ആയല്ലോ. I promise I will return it. ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു തരും. I will send the money back soon. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചയക്കാം അല്ലെ, തിരിച്ച് സെൻഡ് ചെയ്യാം. നെക്സ്റ്റ് ഐ വിൽ റിട്ടേൺ ഇറ്റ് ഇൻ ദ ഈവനിങ്. ഈവനിങ്ങിൽ ഞാൻ റിട്ടേൺ ചെയ്യാം. ഇവിടെ നമുക്ക് എന്താ പറയുക, ഡേയും ടൈമും ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ ഐ വിൽ പേ യു ബാക്ക്. ഇവിടെ പേ എന്ന് എഴുതാൻ വിട്ടു പോയി കേട്ടോ. ഐ വിൽ പേ യു ബാക്ക് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച തന്നെ ഞാനിത് പേ ബാക്ക് ചെയ്യാം. ലാസ്റ്റ് വൺ ഐ വിൽ റിട്ടേൺ ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. കഴിയുന്നത്രയും നേരത്തെ ഞാനത് തിരിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ ബിഗിനേഴ്സ് ആയ നമുക്ക് എങ്ങനെ എത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ കടം ചോദിച്ചു വാങ്ങാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് തന്നെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.